ഗൾഫ് മേഖലയിൽ ശാശ്വതമായി സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ സജീവമായിരിക്കെ മേഖലയെ വീണ്ടും യുദ്ധത്തിലേക്ക് തള്ളിവിടുന്ന നീക്കങ്ങളുമായി അമേരിക്ക രംഗത്ത്. ഇറാനിയൻ ആക്രമണങ്ങളിൽ തങ്ങളുടെ ഗൾഫ് സഖ്യകക്ഷികൾക്കുണ്ടായ നാശനഷ്ടങ്ങൾ നികത്താനെന്ന വ്യാജേന ഇറാന്റെ വിദേശാസ്തികൾ വകമാറ്റി ഉപയോഗിക്കാനാണ് അമേരിക്കയുടെ പുതിയ ആലോചന. വിദേശ ബാങ്കുകളിലും അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളിലും സൂക്ഷിച്ചിരിക്കുന്ന ഇറാന്റെ നിയമപരമായ ഫണ്ടുകളെ കൂടി ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് ഈ നീക്കം. ഇറാന്റെ മുൻകാല നാശനഷ്ടങ്ങളുടെ ചെലവ് വിലയിരുത്താനും ഇറാനിയൻ ആസ്തികൾ ഇതിനായി ഉപയോഗിക്കാമോ എന്ന് പരിശോധിക്കാനും അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി കഴിഞ്ഞു. തങ്ങളുടെ മരവിപ്പിച്ച $24 ബില്യൺ ആസ്തികൾ പൂർണ്ണമായി വിട്ടയക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെടുന്നതിനിടയിലാണ് അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തിയുള്ള യുഎസിന്റെ ഈ സാമ്പത്തിക അധിനിവേശം. കുവൈറ്റിലും ബഹ്റൈനും എതിരെയായ ആഭ്യന്തര സംഘർഷങ്ങൾക്ക് തൊട്ടു പിന്നാലെ പുറത്തുവന്ന ഈ നീക്കം നയതന്ത്ര ചർച്ചകളെ പൂർണ്ണമായും വഷളാക്കിയിരിക്കുകയാണ്. തുടർച്ചയായ വെടിനിർത്തൽ ചർച്ചകൾ നടക്കുമ്പോഴും അമേരിക്ക നടത്തുന്ന ഏകപക്ഷീയമായ സൈനിക ഇടപെടലുകളാണ് ഗൾഫിലെ സംഘർഷങ്ങൾ നീണ്ടുപോകാൻ പ്രധാന കാരണം. ജൂൺ 6-ന് പുലർച്ചെ ഗൊരുക്കിലെ ഇറാനിയൻ തീരദേശ റഡാർ കേന്ദ്രങ്ങളിലും ഹോർമുസ് കടലിടുക്കിലെ ഗേഷ്യം ദ്വീപിലും അമേരിക്കൻ സൈന്യം അനാവശ്യ പ്രകോപനമുണ്ടാക്കി ആക്രമണം നടത്തിയിരുന്നു. ഇതിന് മറുപടിയായാണ് കുവൈറ്റിലെയും ബഹ്റൈനിലെയും അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് മിസൈൽ വിക്ഷേപണം നടത്തിയത്. 7 ബാലിസ്റ്റിക് മിസൈലുകൾ പതിച്ചതായും ഭൗതിക നാശനഷ്ടങ്ങൾ ഉണ്ടായതായും കുവൈറ്റ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. തങ്ങളുടെ മണ്ണിൽ പ്രവർത്തിക്കുന്ന വിദേശ സൈനിക താവളങ്ങൾ തങ്ങൾക്ക് തന്നെ ഭീഷണിയാകുന്ന കാഴ്ചയാണ് ഗൾഫ് രാജ്യങ്ങൾ ഇവിടെ കാണുന്നത്. ഇരുപക്ഷത്തും സൈനിക സംഘർഷങ്ങൾ കടുക്കുമ്പോഴും മേഖലയിലെ സമാധാന പ്രിയരായ രാജ്യങ്ങൾ നയതന്ത്ര മാർഗങ്ങൾ തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. അമേരിക്കയ്ക്കും ഇറാനും ഇടയിലെ പ്രധാന മധ്യസ്ഥനായി ഉയർന്നു വന്ന പാകിസ്ഥാൻ പ്രശ്ന പരിഹാരത്തിനായി തീവ്ര ശ്രമത്തിലാണ്. ഇറാന്റെ പരമോന്നത നേതാവ് മൊജ്തബ ഖമേനിക്കുള്ള പ്രത്യേക സന്ദേശവുമായി പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി മൊഹ്സിൻ നഖ്വി ഇറാനിൽ ചർച്ചകൾ നടത്തിവരികയാണ്. കടുത്ത ഉപരോധങ്ങളിൽ നിന്ന് ആശ്വാസം നേടാനും ഹോർമുസ് കടലിടുക്കിലെ പരമാധികാരം നിലനിർത്താനും ഇറാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അമേരിക്കയുടെ കടും പിടുത്തമാണ് സമാധാന ഉടമ്പടികൾക്ക് തടസ്സമാകുന്നത്. ലെബനൻ അതിർത്തിയിലും ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് പിന്നിൽ അമേരിക്കയുടെ പരോക്ഷ പിന്തുണയുണ്ട്. ലെബനൻ ആർമി കമാൻഡർ ജനറൽ റുഡോൾഫ് ഫെയ്ക്കൽ പാകിസ്ഥാൻ സൈനിക മേധാവിയുടെ ക്ഷണപ്രകാരം പാകിസ്ഥാനിലേക്ക് പോയത് ഈ സാഹചര്യത്തിൽ ഏറെ ശ്രദ്ധേയമാണ്. ഗൾഫിലും ലെബനനിലും ശാശ്വത സമാധാനം ഉണ്ടാകണമെങ്കിൽ അമേരിക്ക തങ്ങളുടെ ഏകപക്ഷീയമായ സാമ്പത്തിക സൈനിക അധിനിവേശ താൽപര്യങ്ങൾ അടിയന്തരമായി ഉപേക്ഷിച്ചേ മതിയാകും.